Little bit spicy. Okay. Guys, ഇതേ ചേട്ടനോട് നല്ല ഒന്നാന്തരം ബീഫ് ഫ്രൈ. നാട്ടിൽ നിന്ന് നല്ല ചകചകാന്നിരിക്കുന്ന സാധനം. ഗൈസ്, നമ്മൾ പുള്ളിയുടെ വാഹനത്തിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. ഭയങ്കര സെറ്റപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷറി ഫീലിംഗ് ആണ്. ഇറ്റ് ഈസ് അമേസിങ്. സോ മെനി ഐറ്റംസ്. ഗൈസ് നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഇക്ഷ എണ്ണ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റഷ്യൻ വിസയ്ക്ക് വേണ്ടി. അതായത് ഞങ്ങൾ വീഡിയോ അവസാനിപ്പിച്ച് തന്നെ റഷ്യൻ വിസ എടുക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ അതെ. ഗൈസ് നോക്കൂ, പാകിസ്ഥാന്റെ എംബസി പോയിട്ട് ഇത്രയും വർഷം ഉണ്ടായിട്ടില്ല. അവിടെ പോയിട്ടെന്ന് വെച്ചാൽ 1 മിനിറ്റ് നമുക്ക് ഒരു വാക്ക് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല. അവർ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, പൊക്കോ. ഗൈസ് കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ പറയുമ്പം ബയ്യ എന്നൊക്കെ ആണെങ്കിലും ഇപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ഗൈസ്, അതായത് നമ്മൾ പാകിസ്ഥാൻ എംബസി പോയിട്ടുണ്ട്, പല എംബസികളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എംബസി ഞങ്ങൾ കണ്ടില്ല. അതേ ദിവസം തന്നെ ഞങ്ങൾ ഫ്രാൻസിൻ്റെ എംബസി വരെ പോയിട്ടുണ്ട്. അവിടെ നിന്നുണ്ടായ അനുഭവം പിന്നെ റഷ്യൻ എംബസി നിന്നുണ്ടായ അനുഭവം നമ്മൾ ഞാനും സെവനും കൂടെയാണ് പോയത്. നമുക്ക് അവിടെ നിന്ന് നടത്തി തരാൻ പറ്റില്ല. എന്നിട്ട് അവർ ഫ്രാൻസിൽ വിളിച്ചു ചോദിച്ചു, അവരുടെ രാജ്യത്ത് വിളിച്ചു ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അത് നടക്കൂലായിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഇതാണ് ഞങ്ങളുടെ ട്രാൻസിറ്റ് വിസ ഫോം. ഈ ഫോം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം 4500 രൂപ ഞങ്ങൾ കൊടുത്തു. പിന്നെ റഷ്യൻ എംബസിക്ക് മാത്രം സെപ്പറേറ്റ് ഫോട്ടോ ആണ് ഗ്ലാസ് പേപ്പറിൽ. അതിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സ്കെയിലിലാണെന്ന് നോക്കാം ഫോട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾ പോകുന്ന റൂട്ട് മാപ്പ്, റഷ്യ വഴി പോകുന്ന റൂട്ട് മാപ്പ്. ഇത് ആദ്യം ഈ കാണുന്ന റൂട്ട് മാപ്പ് അംഗീകരിച്ചില്ല. അതായത് ജോർജിയക്കുള്ള ഞങ്ങളുടെ വാലിയുടെ ജോർജി വിസ ഇല്ലെന്നും പറഞ്ഞ്, അപ്പം ട്രാൻസിറ്റ് വിസ വന്നില്ല. അപ്പം പറഞ്ഞു ഞങ്ങളുടെ വാലിയുടെ ഷങ്കൻ വിസ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇതേ വേറെ മാപ്പും കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇതടിച്ചു. ഇങ്ങനത്തെ ഒരു A4 ഷീറ്റ് എടുക്കുന്നതിന് നാട്ടിൽ 150 രൂപ. എന്നിട്ട് ഇതെടുത്തുകൊണ്ട് നമ്മളവിടെ കൊടുത്തപ്പം ഗൈസ് കാര്യങ്ങൾ ഇനി ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. റഷ്യൻ എംബസി പോയപ്പം സംഭവിച്ച കാര്യം, നമ്മുടെ പഴയ പാസ്പോർട്ടിലാണ് ഷങ്കൻ വിസ ഉള്ളത്. ഈ പാസ്പോർട്ട് ഇത് കണ്ടോ, ഇതേപോലെ ഇത് ക്യാൻസൽ ചെയ്തിട്ട് വാല്യൂഡ് വിസ എന്നുള്ള ഇതടിച്ചിട്ടുണ്ട്. ഇത് റഷ്യ അംഗീകരിക്കില്ല, അത് അവരുടെ റൂളാണ്. അപ്പം നമ്മൾ ആരെങ്കിലും ഈ വിസയായിട്ട് റഷ്യൻ ബോർഡറിൽ കയറാൻ വേണ്ടി വന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ റഷ്യൻ എംബസി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസിറ്റ് വിസ കിട്ടും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് രാജ്യത്താണോ റഷ്യ നിങ്ങൾ എക്സിറ്റ് അടിക്കുന്ന ആ വാല്യൂഡ് വിസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 10 ദിവസത്തെ വിസ അവർ തരും. നമുക്ക് 10 ദിവസത്തെ വിസ തരാമെന്ന് പറഞ്ഞാണ്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആകെ ഉണ്ടായിരുന്ന വാല്യൂഡ് വിസ മംഗോളിയ അവർ സമ്മതിച്ചില്ല. പിന്നെയുള്ള ജോർജിയ ചോദിച്ചു, ജോർജിയ ഞങ്ങളുടെ അടുത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ശങ്കരുണ്ട്, അപ്പോൾ ഫിൻലാൻഡിൽ എക്സിറ്റ് അടിച്ചോളാം എന്ന് പറഞ്ഞപ്പം എന്നാണ് ലിവിന്, അതായത് നമ്മുടെ പഴയ പാസ്പോർട്ടിലാണ് നമ്മുടെ യൂറോപ്പിന്റെ വിസ ഉള്ളത്. അപ്പോൾ പഴയ പാസ്പോർട്ട് ഇവർ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അത് പുതിയ പാസ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ഇവർ റൂൾ പറയാം, അത് പുതിയ പാസ്പോർട്ടിൽ തന്നെ ആ യൂറോപ്പിന്റെ വിസ വേണമെന്നാണ് ഇവർ നിർബന്ധം പിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരെ ഫ്രാൻസിന് എംബസി ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു പുതിയ പാസ്പോർട്ടിലേക്ക് ഈ കാണുന്ന ഇത് അടിച്ചിരുന്നു. അവർക്കും അങ്ങനെ റൂളില്ല അല്ലടാ. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ട് റീജന്റ് വ്യത്യാസമായിപ്പോയി. അതായത് നമ്മൾ ഈ റീജന്റിൽ നിന്ന് എവിടെ റഷ്യ ഈ സൈഡിൽ നിന്ന് എവിടെ റീജന്റിൽ നിന്ന് നമ്മൾ യൂറോപ്യൻ വിസ എടുത്തായിരുന്നേൽ അവർ അപ്പുറത്തോട്ട് പ്രിന്റ് ചെയ്യുന്നതിന് അവർക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മുടെ റീജന്റ് എന്ന് വെച്ചാൽ ഇന്ത്യ ആ സൈഡ് ആയതുകൊണ്ട് ഇവർക്ക് ഇഷ്യൂഡ് ആൾക്കാർ വേറെയാണ്. അപ്പം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആണോ? പക്ഷെ എന്നിട്ട് അവർ എന്നോട് സോറി ഒക്കെ പറഞ്ഞു കേട്ടോ. അവർക്ക് ഇനി ഒരു സംഭവം ലാസ്റ്റ് അവര് 1 മണിക്കൂർ നമ്മളോട് നമ്മൾ റഷ്യൻ എംബസി ചെന്നപ്പോഴും പിന്നെ ഫ്രാൻസ് എംബസി ചെന്നപ്പോൾ അതിന് വ്യത്യാസം. ഈ റഷ്യൻ എംബസിയിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നമ്മുടെ സാധനങ്ങളെല്ലാം ലോക്കർ വെച്ച് പൂട്ടി അതിൻ്റെ അകത്ത് നമ്മളെ കയറ്റി വിടുന്നത് വളരെ ഇതിലോടുകൂടിയാണ്. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒരാളുണ്ടായിരുന്നു, ആ പുള്ളി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ചോദിക്കും യെസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പേപ്പർ കൊണ്ട് 1 മണിക്കൂർ ചർച്ച എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നോ. അപ്പം ഞങ്ങൾ സാർ ഇന്നപോലെ ഇതാണ് നോ എക്സ്ട്രാ എക്സ്ക്യൂസസ് യു ഗോ. വീണ്ടും ഞങ്ങൾ പുതിയ ലൂപ്പ് പോയിൻ്റ് ആയിട്ട് വന്ന് കയറും. വീണ്ടും ഇത് തന്നെ. ലാസ്റ്റ് ഞങ്ങൾ തന്നെ മടുത്തു. പിന്നെ ഞങ്ങളോട് പറഞ്ഞു ജോർജിയയുടെ വാല്യൂഡ് വിസ കൊണ്ടുവരുവാണെങ്കിൽ 10 ദിവസത്തെ ട്രാൻസിറ്റ് വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു കാര്യം നോക്കിയെന്ന് വെച്ചിട്ടുണ്ട്, ഈ ജോർജിയയുടെ കൊണ്ടുപോകുമ്പോൾ അടുത്ത ലോ പോയിന്റ് പറഞ്ഞാൽ അവർ നമ്മളെ വിസ തരൂലെന്ന്. നമ്മൾ എപ്പോഴും നമ്മുടെ രാജ്യത്തു നിന്ന് വിസ എടുത്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്ത ദിവസം ഞങ്ങൾ ഇനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് തുർക്ക്മെനിസ്ഥാൻ വഴി ഇറാൻ വഴി കയറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും നമ്മൾ നീക്കുപോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു സുഹൃത്തുക്കളും കൂടി ഉണ്ട്. അതെ, ഒരു ജർമ്മനിക്കാരുണ്ട്. ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി നേരെ പോവുകയാണ്. അപ്പോൾ അവർ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ അടുത്തോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ സഞ്ചരിക്കും. അപ്പോൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ സംഭവം. ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ യാത്ര ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നത്. അപ്പം കുറേ പേരെ കമൻറ്റ് കണ്ടിരുന്നു, നിങ്ങൾ ഒരു കാലത്തും ഇവിടുന്ന് ശ്രമിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ
ഭാഷ അറിയത്തില്ലാത്ത ഞങ്ങൾ ഇത്ര ശ്രമിച്ചിട്ട് ഇത്രയും വഴി എത്തിയെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു റഷ്യൻ ലാംഗ്വേജ് അറിയാവുന്ന ഒരാളെയും കൂട്ട് കൂട്ടിക്കൊണ്ട് ട്രാൻസ്ലേറ്ററിന് പിന്നെ ഉള്ളിൽ അംഗീകരിക്കുന്നുണ്ട്. ട്രാൻസ്ലേറ്ററിന് അംഗീകരിക്കുന്നുണ്ട്. ഒരു റഷ്യൻ അറിയാവുന്ന ആൾക്കാരെ നിങ്ങൾ കൊണ്ടുപോവുകയാണ്, നിങ്ങളുടെ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിസ കിട്ടും. പിന്നെ ഞാനും എബിന് ഇത്ര റഷ്യയുടെ കാര്യം പറഞ്ഞു വെച്ചാൽ അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നത് കാരണം അവർക്ക് അവരുടെ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന പോലെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ലേ അവരെല്ലാരും ഉള്ളിലേക്ക്. അടുത്തൊരു കേസ് പറയാം. ഞങ്ങൾ ആകെ പെട്ടു നിൽക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ 2 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ആക്സിസ് ബാങ്കും HDFCയും. രണ്ടും സെബിൻ എവിടെയോ കൊണ്ട് കളഞ്ഞ് അത് പോയി. ഇപ്പോൾ എണ്ണ അടിക്കാൻ പോലും പൈസയില്ല. ഞങ്ങളുടെ പിന്നെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത് നിയോ ഗ്ലോബലിൻ്റെ കാർഡായിരുന്നു ഉണ്ടായിരുന്നത്. ആ നിയോ ഗ്ലോബലൊന്നും ഇപ്പോൾ പകുതി സ്ഥലത്ത് എടുക്കുന്നില്ല. അപ്പം പിന്നെ ക്രെഡിറ്റ് കാർഡ് ഞങ്ങളുടെ വേറെ ഒന്നുമില്ല. ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചായിരുന്നു ഞങ്ങൾ ഗുസ്തി കളിച്ചത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കണം, അല്ലാതെ വലിയ വിഷയമാവും. പോലീസുകാരോട് മൊത്തം മറ്റേ മൈക്രോഫോണിൽ കൂടെ ഇന്നലെ വിളിച്ചു പറയിപ്പിച്ചു, സെക്യൂരിറ്റിക്കാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു, കിട്ടിയില്ല. റഷ്യൻ എംബസി വരെ ലാസ്റ്റ് ചെന്ന് കയറി ഈ കാർഡിന് വേണ്ടി അവിടെ മിസ്സായെന്ന് വിചാരിച്ച് കുറേ സ്ഥലത്ത് പോയ ഹോട്ടലുകളിൽ പോയ പിന്നെ പൂരിപ്പിക്കാൻ പോയ കടകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പേപ്പർ ശരിയാക്കാൻ വേണ്ടി തന്നെ നല്ലൊരു പൈസ നമുക്ക് ചിലവായിട്ടുണ്ട്. എന്നിട്ട് പോലും ഉപകാരം ഉണ്ടായില്ല. പ്രത്യേകതരം ഫോട്ടോ അത് ഇത്. പിന്നെ പൂരിപ്പിക്കാൻ ഇരിക്കുന്നവർക്ക് വരെ റൂസ്കി അറിയത്തുള്ളൂ, വേറെ ഭാഷകൾ അറിയത്തില്ല. ഗൈസ് ഒരു സംഭവ ബഹുലമായ നിമിഷങ്ങളായിരുന്നു. ഉള്ളിൽ കയറാൻ കേട്ടോ. നമ്മളൊരു ഞാൻ പോലീസുകാരൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോകില്ലേ. ഇവിടുത്തെ ക്ലൈമറ്റ് ഇത് നിന്റെ കയ്യിലില്ലേ മറ്റേ പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഇല്ല? പാസ്പോർട്ട് നിന്റെ തന്നില്ല. അതിൻ്റെ ഓക്കെ ഗൈസ് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. മൈനസിനോട് അടുത്താണ് നിൽക്കുന്നത്. വാഹനം ഇവിടെയാണ് ഇട്ടാക്കുന്നത്. വാഹനം ഓഫാക്കാൻ പറ്റില്ല. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വരാൻ പോകുന്ന റേഡിയേറ്റർ പൊട്ടാൻ സാധ്യതയുണ്ട്. വെള്ളമാണ്, അത് മാറ്റി ആൻറ്റി ഫ്രീസ് ആക്കണം. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരുമാതിരി മങ്ങിയ കളറാണ്. അറിയൂല. അതെ ഇതുണ്ട് കൊണ്ടേ കളഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന കാടിന്റെ എവിടെയാ വെച്ച് വണ്ടിക്കകത്ത് അരിച്ചു പറക്കാൻ ഒരു സ്ഥലമില്ല. വണ്ടി കുത്തിപ്പൊളിച്ചു. ഒരു സംശയം തോന്നിയിട്ട് ഒരു സൈഡ് വെട്ടി കീറി, അതിൻ്റെ അകത്തില്ല ഒരു കത്തി പൊട്ടി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സംശയം ബേക്കായിരുന്നു. 4 പ്രാവശ്യം ബേക്ക് ഊരി. പിന്നെ വണ്ടിയുടെ ഫുൾ സാധനങ്ങൾ ഊരിപ്പറിച്ച് എല്ലാം നോക്കി. ഒരു രക്ഷയിൽ ആകെ കുടുങ്ങിയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്താവും അറിയത്തില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങിയിട്ട് വെളുപ്പിനെ 2 മണി വരെ ഈ വണ്ടി തപ്പുക. കിട്ടിയില്ല. ഗൈസ് ഇവിടെ ഒരു ഇൻ്റർവ്യൂക്കാർ വന്നിട്ടുണ്ട്. അവരിപ്പം നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂക്കാരുടെ കൂട്ടത്തിൽ ഇവരാണ് നമ്മുടെ ഇൻ്റർവ്യൂ. വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം പ്ലീസ്? അലി മുഹമ്മദ്. വാട്ട് ഈസ് യുവർ നെയിം? നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മൻ ഗൈസിൻ്റെ കൂട്ടത്തിലാണ്. ഹിസ് നെയിം ഈസ് യാസിൻ. My name is Yasin. Yes. Yeah, guys. യാസിൻ്റെ ഒപ്പമാണ്. അപ്പം യാസിനും നമ്മളെപ്പോലെ തന്നെ യാത്ര ചെയ്ത് വന്ന ഒരാളാണ്. ലോകം മൊത്തം ചുറ്റുന്ന ഒരു ക്യാമ്പർമാനെ ചുറ്റുന്ന ഒരാളാണ്. I am saying in my local language, you tripping in around the world. Yeah. We do. Yes. Your mother country is German. Correct. Okay. Yeah. Our local language is I am telling. Okay. ഗൈസ് നോക്കൂ, ഇവർ 2 പേരുണ്ട്. ഒരാൾക്ക് വീഡിയോയുടെ ഫ്രണ്ട് വരാൻ താല്പര്യമില്ല. അപ്പം ഇവരുടെ വാഹനം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വോക്സ് വാഗൻ്റെ ഒരു കിഡിലം വാഹനമാണ്. നമ്മുടെ ഇവിടെ ഒരു വാഹനമുണ്ട്. അപ്പം ഇന്നലെ രാത്രി ഇവർ ഫോഴ്സ് വാഗൻ ഉണ്ട്, ബെൻസ് ഉണ്ട്, അതേപോലെ സ്പ്ലിൻഡർ ഉണ്ട്. അങ്ങനെയെന്നൊക്കെ പറഞ്ഞു വരുന്ന വണ്ടികൾ കമ്പനി തന്നെ മേക്ക് ചെയ്ത് വിടുന്ന വണ്ടികളാണ്. നാട്ടിൽ ഏകദേശം 1 കോടി രൂപ അടുത്ത് വില വരുന്ന വണ്ടികളാണ് ഇവരുടെ വണ്ടി. നമ്മുടെ നാട്ടിലൊക്കെ 1 കോടി ഉണ്ട്. നമുക്ക് മമ്മൂട്ടി മോഹൻലാലിന്റെ പോലത്തെ വണ്ടി കെട്ടി ബസ് ഇറക്കാം. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. ഇവര് ഹൗ ലോങ് ഇൻ ട്രാവലിംഗ്? 500 days. 500 days. 500 ദിവസം. ഗൈസ് 500 ദിവസം ഇവർ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവർ കൂട്ടത്തിൽ ഒരു സ്ത്രീയും കൂടി ഉണ്ട്. അവർക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ താല്പര്യമില്ല. അപ്പം പുള്ളിയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ പുള്ളിയോട് ചോദിക്കാം. I am questioning that 2 questions. Best experience and bad experience. Which country? The worst was Mongolia. It was so cold. Yeah. It was like minus 35 degrees, so we had to. It was like survival. This is bad experience. Yeah, there was a bad experience, but it was also very great because it was like was something new. Okay. And the best experience, I would say, I don't know, the whole trip. Everything, like we from start to finish, it's like awesome. Like instead of working in the office in Germany, it's way better than guys, ഇവരുണ്ടല്ലോ, ഇവർ ബാങ്ക് ഉദ്യോഗസ്ഥരായിരുന്നു. ആ ജോലി രാജിവെച്ചിട്ട് ആ പൈസ സേവ് ചെയ്തിട്ടാണ് ഇത് അറൗണ്ട് ദ വേൾഡ് ഇവർ സഞ്ചരിക്കുന്നത്. Yeah, that is I am telling you have 2 people in bank jobbers. That job is you resigning, then you visiting the world. It's way better. It's awesome. Guys, അതാണ് സംഭവം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇനി
നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇവരുടെ വണ്ടിയിലേക്ക് വരുന്നത് ഇവരുടെ വണ്ടി കിടക്കുന്ന ഈ ടയർ ഇത് ദിസ് ഇസ് മഡ് ടയർ Mud terrain, yes, mud terrain tire. മഡ് ടെറൈന് വേണ്ടിയുള്ള പിന്നെ ടയറാണ് ഇവർ ഇട്ടിരിക്കുന്നത്. ഈ ദിസ് നെയിം ഈസ് വെഹിക്കിൾ നെയിം ഈസ് Volkswagen Crafter. വോക്സ്വാഗൻ Crafter. ക്രാഫ്റ്റാ. ഈ വാഹനമാണ് നല്ല അഡ്ജസ്റ്റബിൾ മിററും സംഭവങ്ങളൊക്കെ കിടിലും വണ്ടി. ഇതായി നമ്മുടെ വണ്ടിയുടെ മേളിൽ കണ്ടോ ഇതേപോലെ ഡീസലും സംഭവങ്ങളൊക്കെ നമ്മൾ വെച്ചേക്കുന്നത് ടയറൊക്കെ വെച്ചേക്കുന്നത് ഇങ്ങോ ഇത് കണ്ടോ ഇവിടെ കണ്ടോ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഇതാ സെയിം ലൈക്ക് എല്ലാ ഓവർലാൻഡേഴ്സും പിന്നെ വാൻ ലൈഫേഴ്സും ഒക്കെ ചെയ്യുന്ന സംഭവമാണ്. ഇത് കണ്ടോ ഇവിടെ എണ്ണ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വണ്ടി കയറി പോകാനുള്ള സാധനങ്ങളും യൂസിങ് Yeah, like 5 times in Russia. 5 times? Yeah, in Kyrgyzstan. It's very good. Yeah, I love it. ഗൈസ് നമുക്ക് പുള്ളി ഇത് ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇതാ നമ്പർ പ്ലേറ്റ് എനിക്ക് ഡി ജർമ്മൻ വാഹനമാണ് അവരുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഇവിടെയാട്ടോ ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ വോക്സ്വാഗൻ ലോഗോ ഇവിടെ തുറക്കാനുള്ള സംവിധാനം ജർമ്മൻ വെഹിക്കിൾ നമ്പർ പ്ലേറ്റ് ഗൈസ് ദാൻ പുള്ളി ഇന്നലെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാണ്. ദിസ് ഈസ് ദ ടോയ്ലറ്റ്. ഗൈസ് ഇത് ഈ ടോയ്ലറ്റ് എന്ന് വെച്ചാൽ ഇത് എടുത്ത് പുറത്ത് കളയുന്ന ടോയ്ലറ്റ്. സെവൻ ഇങ്ങോട്ട് നോക്കിയാടാ ഇത് കണ്ടോ ഈ നമ്മൾ പുൾ ആൻഡ് ഔട്ട് ഇതാണ് ഇവരുടെ ടോയ്ലറ്റ്. ഇത് ഭയങ്കര ഈസിയാണ് നമ്മളും ചെയ്യേണ്ട സംഭവമായിരുന്നു ഇത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ സാധനം. ഈസ് ലൈറ്റ് വെയിറ്റ്. ദിസ് ഈസ് ദ പവർ. This is gas heater. ഹീറ്റർ ഗ്യാസ്. പ്ലീസ് ഓപ്പൺ. No, you can't open it. ഗൈസ് ഇത് ഇവരുടെ നമ്മുടെ ഡീസൽ ഹീറ്റർ ആണ്. യു കം ഗൈസ് നമ്മൾ പുള്ളിയുടെ വാഹനത്തിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. ഭയങ്കര സെറ്റപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷറി ഫീലിംഗ് ആണ്. ലക്ഷറി എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഇത് കണ്ടോ this is the door is closing and this is the privacy. No, it's only for mosquitoes. Mosquitoes guys ഇത് കണ്ടോ ഇതാണ് അവരുടെ കിച്ചൺ പിന്നെ ഫുഡൊക്കെ ഇത് ചെയ്യുന്ന സംഭവങ്ങൾ. നമ്മുടെ വണ്ടിയിലേക്ക് ഇത് കണ്ടോ നമ്മൾ രാജാവാണ്. ഇതുണ്ടോ വർക്കിംഗ് സ്പേസ്, ഫ്രിഡ്ജ്, ഫുഡ് കെയർ ചെയ്യുന്ന സ്ഥലങ്ങള്. ഇറ്റ് ഈസ് നൈസ് ഗൈസ്. ഫ്രിഡ്ജ് വേർ ഇത് ഇവിടെ ദിസ് വൺ. ഗൈസ് ഇതാണ് ഫ്രിഡ്ജ് കേട്ടോ. ഇത് കമ്പനി ആയിട്ട് വരുന്ന ഫ്രിഡ്ജാണ്. പിന്നെ ഇവിടെയൊക്കെ എന്തോ കട്ടിംഗ് ടേബിൾ. വെരി നൈസ്. ഗൈസ് നോക്കിയേ വാ കമാൻ. ഇനി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇരിക്കാട്ടോ. സോറി ഐ എം സിറ്റിംഗ്. ഗൈസ് നോക്കി ഇതുണ്ടോ ഇവിടെയാണ് ഇവരുടെ വർക്കിംഗ് സ്പേസ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഇവിടെ ഫ്രണ്ട് സീറ്റ്. പിന്നെ ലക്ഷറി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ പോളോ GT ഒക്കെ പോലത്തെ. ഇത് ഓട്ടോമാറ്റിക് It's automatic, yes. ഗൈസ് ഇത് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ അവിടെ ഇത് താത്താനും പൊക്കാനൊക്കെ ഉള്ള വമ്പ സംവിധാനം. നോക്കി ഇവിടെയൊക്കെ ക്ലൈമറ്റ് സെറ്റ് ചെയ്യാനുള്ള സംവിധാനം, ക്യാമറ ഓൾസോ, എവറിത്തിങ്. This is the power bank. Everything. You know, this is the power bank. It's an extra power bank. You can see here. Look here. You have here you have the power. Like you can see how much you have, like 40% right now. You can see how much water you have. Water also. Yeah, water also. Water also. Temperature also. Temperature like 17 degrees. You can make it on off. This company Say again. It's inbuilt of company. It's everything is like Volkswagen right now. Like everything very nice. Standard. ആംബിയൻസ് ലൈറ്റ് ഒക്കെ നോക്കിയേ. ആംബിയൻസ് ലൈറ്റ് ഒരു 5-star ഹോട്ടലിൽ പോയ സംവിധാനം കേട്ടോ. നോക്കിയേ ഇതിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര സെറ്റപ്പ്. വലിയ സ്ക്രീനുകൾ അങ്ങനെയുള്ള സെറ്റപ്പുകൾ സംഭവങ്ങളൊക്കെ. ഇറ്റ് ഈസ് നൈസ്. ഇനി നേരെ നമുക്ക് ഇങ്ങോട്ട് പോവാം. അയ്യോ എന്നെ ഒന്ന് കയറ്റി വിടണേ. ഓക്കെ ഗൈസ് ലിബിൻ ഇറങ്ങുവാണ് കാരണം കൺജസ്റ്റഡ് ആയതുകൊണ്ട്. ഇത് കണ്ടോ ഇതാണ് ടോയ്ലറ്റ്. ഗൈസ് ഇത് കമ്പനി വരുന്ന ടോയ്ലറ്റ് ആട്ടോ. ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ കമ്പനി. ഇത് ഇവിടെ ഒരു അവരുടെ ഗ്ലാസും സംവിധാനമൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് വെരി വെരി ലക്ഷറി ഗൈസ്. ഇത് കണ്ടോ സെബിനെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ നല്ല സെറ്റപ്പ് ചെയ്ത്. ഇത് ഇവിടെയൊക്കെ കുറേ കബോർഡുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പിന്നെ സംഭവങ്ങളുണ്ട്. ഓപ്പൺ കുക്കിംഗ് ഐറ്റംസ് ആൻഡ് നൈഫ് ഓൾസോ. ഇറ്റ് ഈസ് നൈസ്. Is the how much people staying in? 3 people? 2. No. In adjustable 3 or 4 people. This is only for 2 people actually. ഗൈസ് നോക്കൂ 2 വേറെ ബെഡായിട്ട് കാണുന്ന കുറേ ഓപ്പൺ വിൻഡോസും കുറേ കബോർഡ്സുകളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഫെസിലിറ്റി. എൻ്റെ പൊന്നെ നോക്കിയേ എന്താ. പക്ഷേ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് സംഭവം. ഇവിടെ ഹാങ്ങിങ്. ദിസ് വൺ ഈസ് ദ ക്ലോത്ത് also for stuff like this is the dustbin. That's the bin. Yes. ഗൈസ് ടെമ്പറേച്ചർ ഭയങ്കര നല്ലൊരു ടെമ്പറേച്ചറാണ് ഇതിൻ്റെ അകത്ത്. നമ്മുടെ വാഹനം പോലെയല്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്കുണ്ടായിരുന്നു. നമ്മൾ രാജാവായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഹാൻഡ്സ് ഇതൊക്കെ ഉണ്ടോടാ. ഇതൊക്കെ ഇതിങ്ങനെ കൂട്ടാനും ഇതുണ്ട്. ഇതിങ്ങനെ ലെങ്ത് ആക്കാനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ വമ്പ സ്പേസുകളാണ്.
ഇത് ഞാൻ ഇന്നലെ ഇവർക്ക് കൊടുത്താട്ടോ നമ്മുടെ ടിബറ്റ് ഫ്ലാഗും മറ്റ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. Yeah, we have the flag from you. The flag is awesome. ഇവരടുത്തും വാക്കിറ്റോക്കി ഉണ്ട്, നമ്മുടെ അടുത്തും വാക്കിറ്റോക്കി. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് സംഭവം പോളോയുടെ പോലത്തെ ആ സെയിം സാധനം ഒക്കെ ഉണ്ടോ, പോളോ GT ഒക്കെ പോലത്തെ സെയിം സാധനം. ഈസ് ഓൾസോ ക്രൂസ് കൺട്രോൾ ഓൾസോ. Yes. ഓ ക്രൂസ് കൺട്രോൾ എനിത്തിങ്. ദിസ് വൺ ഓർ ലക്ഷറി ഓർ ബെൻസ് സ്പ്ലെൻഡർ ഓർ ലക്ഷറി? It depends how many extras you take. No, the interior part. Benz Sprinter no display. The display Benz Sprinter camera one. It's different in Benz. No, yeah, you see the camera from back and stuff like that. What's the question? Sorry, I don't understand you correctly. In the Volkswagen vehicle, in the inbuilt screen. Yeah. In Benz Sprinter also same, no? It's similar. Yes. Similar. Yes. Automatic available. Yes. ഓ ഗൈസ്, ഞാനെന്ന പഴയ വാഹനങ്ങൾ കണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ. ഇവിടെ ഓൾറെഡി ഇതുവരെ ഉണ്ട് കേട്ടോ, സൺറൂഫ് വരെ. ഓക്കെ, പുള്ളിക്കാരൻ ഇത് നമ്മളെ കേടി കാണിച്ചു തരാനുള്ള മനസ്സ് കാണിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ using your vehicle. Okay. My people is watching. He's very interesting. This vehicle inside what? Yeah. Peace to India. We are coming as well. Okay. When date? Probably in a year, but we will definitely come. Oh, you first in China, then go to Nepal, then India. Yeah? No, other way around. We go to Europe, back to Europe, and then we drive back to India. Oh. First back and then back. Oh, guys, നോക്കൂ. അപ്പം പുള്ളി ഇത് കാണിച്ചു തന്നു. അതൊരു വലിയ മനസ്സാണ്. എല്ലാവരും കാണിച്ചില്ല, ചിലർക്ക് ഇച്ചിരി ദേഷ്യക്കാരായിരിക്കും. താങ്ക് യു സോ മച്ച് ഗൈസ്. നോക്കി, എനിക്ക് വാഹനം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് എനിക്ക് ഇതിൻ്റെ ഇവിടെ സ്നോർക്കലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് വെള്ളത്തിലൂടെ ഈ വാഹനം സഞ്ചരിക്കാൻ പറ്റും. വെള്ളത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓൾസോ ഇൻ വാട്ടർ, നോ പ്രോബ്ലം. വാട്ടർ ഡ്രൈവിംഗ്. ദിസ് ലെവൽ. ഈ ലെവൽ വരെ ഇത് വാട്ടർ, പിന്നെ ഇതിൽ ഓടിക്കാൻ പറ്റും. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. അതിന് സ്നോർക്കലും സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നോ ഹൈറ്റാണ് ഇതൊക്കെ. നമ്മുടെ വണ്ടിയുടെ സെയിം ഹൈറ്റാണ്, പക്ഷെ ഫ്രണ്ടിലേക്ക് എന്താ പറയുക, നമ്മുടെ വണ്ടി ഇത്രയും വെച്ച് കൂടുതലാട്ടോ. ഇത്രയും വെച്ച് അല്ലടാ കൂടുതൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദിസ് ഇസ് ദ ഗൈസ് നോക്കൂ, ജീവാഗൺ. ഗൈസ് ഇവിടെ ഒരു വലിയ ജീവാഗൺ വന്ന് കിടപ്പുണ്ട്. അതിപ്പം എൻ്റെ ഡ്രീം വെഹിക്കിളാണ്. അപ്പം this is my dream vehicle. Okay, gotcha. Same like your camera vehicle. Very expensive in India. I know. Same in Germany as well. Very expensive. Three times as expensive this one. 3 times expensive this one. Yeah, this one is. Silencer. ഗൈസ് നോക്കൂ, നമ്മൾ കിടക്കാൻ സാധനം കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ പെട്ടെന്ന് ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ വണ്ടിയുണ്ട്. അപ്പം ഇവരുടെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. ഐ എം ജസ്റ്റ് ഓപ്പണിംഗ് ദിസ് ഡോർ. ഓക്കെ ഗൈസ് നോക്കൂ, ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഇരുന്നുള്ളൊരു നമ്മുടെ അർബാനിയ പോലെ ഒന്നും അല്ല കേട്ടോ. ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കര ഇതുണ്ടോ. അൺലോക്ക് ലോക്ക് ഓപ്പൺ ഇതുണ്ടോ. മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇത് കണ്ടോ. നമ്മുടെ പാട്ടിൻ്റെ ഒക്കെ തിരിക്കുന്ന പോലെയാണ് ഇവിടെ. പിന്നെ ഇത് പൊക്കുന്നതും താത്തുന്ന സംഭവങ്ങളൊക്കെ വെരി നൈസ്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ബെൻസിൻ്റെയും വോക്സ്വാഗൻ്റെ ഒക്കെ പോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇതുണ്ടോ, ഇത് ടിൽറ്റബിൾ ആണ്. പിന്നെ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കാം നമ്മുടെ ഈ ഒരു സ്റ്റിയറിങ്. അതോ അതിൻ്റെ ഒരു ഫിനിഷിങ് ഇതുണ്ടോ. ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേ വന്ന് നോക്കിയേ ഇങ്ങോട്ട് വന്ന്. ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേ സാധനങ്ങളൊക്കെ വന്ന്. ഹൗ മച്ച് സ്പീഡ് ദ ലാസ്റ്റ്? 160, 180, 200? 160 I would say. 160. Yes. You calculate in mile or kilometer? Kilometer. Yes. But in Germany is mile popular or? You're only allowed in Germany to drive 100 because it's too heavy. Oh. Yeah, you can only drive 100. You can go faster. You can go 160, but it's not very recommendable. Yes. Guys, automatic. ഇതുണ്ട് ഇവിടെ GPS ആണ് തോന്നുന്നുണ്ടോ. But this is one GPS? No, this is diagnose. Yeah, if something is breaking, I can see on my phone what's happening in the engine and stuff like that. Or I can see all the sensors. That is the sensor. Yeah, I can see all sensors. Plug in the laptop. Correct. I can see it on the phone, not laptop needed. Okay. Guys, അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാ കവർ സാധനം കിട്ടുന്നുണ്ട്. നല്ല രസമാട്ടോ. ഇതിൻ്റെ ഒരു പൊസിഷനൊക്കെ ഭയങ്കര രസമാണ്. ഇവിടെ സ്ക്രീനും പിന്നെ എന്താ പറയുക, ഒരു വേറെ മൂഡ് സാധനമാണ്. ഇതിൻ്റെ ബാക്ക് ഡോർ നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതായത് ഇതിനകത്ത് it is amazing. Yeah. So many items. A lot of items like this one. You can just put it out. It's like, table. Table is here. Table is here. 2 chairs. One table. And like a washing machine. Washing machine also here. Yeah, but it's extra. Extra. Yeah. This is one. This one is the small cycles. This is a drone usually. This drone. Is a e-scooter. E-scooter. Yes. And
Oh, it is nice. The thickness, like a bed in the thickness. This one is down and upping. Yeah? Yeah, you can just put it off and then walk through. Oh, guys, ഇതുണ്ടോ? ഇത് ഭയങ്കര കളിക്കുന്നത്. ഇവിടെ ഒരു TV പോലത്തെ സെറ്റപ്പ് ആണ് അങ്ങനെയും ചെയ്യാം. Oh, this one is screen. No, this one is. Wait a second. You have to go there, like the sunroof. Oh, this Yeah. one. Yeah. Oh, ഇതുണ്ടോ? Yeah. ഈ സാധനം ഓപ്പൺ ആയി വരും കേട്ടോ. അതിന്റെ സാധനമാണ് ആ കാണുന്നത്. ഇവർക്കൊരു ചാനലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഇൻസ്റ്റാഗ്രാമും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വേറെ ഒന്നും കയറി കാണുക. This a name, please. Yeah, my name is Bagalut Geographic. Bagalut_Geographic. Okay, I am in the link down in the description. Please support. Yeah. Yes, sir. See you Guys, there. thank you. Finally നമ്മൾ അവരെ പറഞ്ഞ് സെറ്റ് ചെയ്ത് 7 ഇച്ചിരി ഇറങ്ങിയ 7 എനിക്ക് വേഗം കാണത്തില്ല. അവരെ പറഞ്ഞ് സെറ്റപ്പ് ചെയ്തു, അവരായിട്ട് സംസാരിച്ചു. അവർക്ക് ബിരിയാണി കഴിക്കണം ഭയങ്കര താല്പര്യം. അപ്പം നമുക്കിവിടെ 2-3 മലയാളി ചേട്ടന്മാരായിട്ട് ഇന്നലെ ഒരു കോണ്ടാക്ട് കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു നെയ്ച്ചോറ് വെക്കുന്നുണ്ട്, വന്നു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. നമ്മളെക്കാളും താല്പര്യമായി ഇവർക്ക് ജർമ്മൻകാർക്ക്. അല്ലേ? അവർക്ക് ഡിഫറെന്റ് ഫുഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഭക്ഷണം കഴിക്കാമല്ലോ നോക്കുക. അല്ലേ? ഇന്ന് പുകയും അതിനാ നെയ്ച്ചോറും ചിക്കനും ബീഫൊക്കെ ഓൾറെഡി കൂടെ ഇറക്കണോ? കൂടെ ഇല്ല, അവിടെ ഫ്രണ്ട് ഗ്യാപ്പില്ല. ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഇല്ലില്ല, ഇങ്ങനെ കറങ്ങി വന്നാ പോരായിരുന്നു അവനെ. മതിയായിരുന്നു. അതൊന്ന് കറക്കി വാ. അതൊരു വണ്ടി അത് പോട്ടെ. നീ ഇതിനെ കയറ്റിട്ട് അതിനെ കറക്കി വന്ന് അത് സ്റ്റോപ്പാ. അവിടെ ബേക്കിൽ ഒരു സ്ഥലമുണ്ടോ? ആന്റി ഫ്രീസ് സാധനം ഇട്ടാണ് ഈ കാണുന്ന തിരിതിരിക്കുന്നുണ്ട്. ജസ്റ്റ് 5 മിനിറ്റ് എന്നും പറഞ്ഞ അവരെ കൂട്ടിക്കൊണ്ട് വന്നേ. ഇപ്പൊ അവിടെ തന്നെ അല്ലടാ, വേറൊരു കേസ് ഞാൻ പറയട്ടെ. ഈ കാണുന്നത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അതായത് നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയിലെ കൂളൻ്റ് ഓയിൽ മസ്റ്റായിട്ട് ഒഴിക്കണം. പിന്നെ അതേപോലെ തന്നെ വണ്ടിയിലെ വെള്ളം ഉള്ള സംവിധാനങ്ങളെല്ലാം നിർത്തണം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റണം. കൂളൻ്റ് ഓയിൽ നമ്മുടെ വെള്ളമാണ്. വെള്ളം ഫ്രീസായി കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് പൊട്ടും. 2 ടാങ്ക് പൊട്ടും. അതായത് വെള്ളം നിറയ്ക്കുന്ന ടാങ്കും പൊട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റേഡിയേറ്ററിൻ്റെ അടിയിലൊരു ടാങ്കുണ്ട്, അതും പൊട്ടും. കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പോൾ അത് കൂളൻ്റ് ഓയിലേക്ക് മാറ്റണം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം. പിന്നെ വണ്ടിയിൽ ഇനി മുതൽ വെള്ളം സ്റ്റോർ ചെയ്യാനോ വേസ്റ്റ് വെള്ളം സ്റ്റോർ ചെയ്യാനോ പാടില്ല. നമ്മുടെ ടാങ്ക് ഫ്രീസ് ചെയ്ത് പൊട്ടും. ഞങ്ങൾ ഇവരും അങ്ങനെ ഹായ് ഗൈസ് ഇങ്ങനെ ചേട്ടന്മാരെടുത്തെത്തി. ചേട്ടന്മാർ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പം ഇവിടെ നല്ല കിഡിയിലും ബീഫുണ്ട്. ചേട്ടൻ എത്ര കിലോ ഉണ്ടെന്ന്? 10 അല്ലേ? 10 കിലോ ബീഫ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ പരിചയപ്പെട്ടാണ്. അപ്രകാരം ഇവർക്ക് ഞങ്ങളത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബിരിയാണി ഉണ്ടെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് മാറി ചപ്പാത്തിയും ചിക്കൻ കറി ആയി കേട്ടോ. എന്ത് ചെയ്യുന്ന ചേട്ടാ? അടിക്കാൻ പറയട്ടോ, പുലാവെങ്കിലും അടിക്കാൻ പറയട്ടെ വിളിച്ച്. ഗൈസ് ഇവർക്ക് ഞങ്ങൾ മോഹം കൊടുത്തുപോയി. അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഇവിടെ ചായയൊക്കെ കുടിച്ചിരിക്കുവാണ്. ഈ കാണുന്നത് ഉസ്ബക്കിലെ വീടിന്റെ അപ്പാർട്ട്മെന്റ്സിന്റെ ഇന്റീരിയൽസ് ആട്ടോ. ഇവർ കൾച്ചർ എങ്ങനെയാണ് കേട്ടാ? ഈ ഇരിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നാണോ കിച്ചൺ? വാഷിംഗ് മെഷീൻ, പ്ലേറ്റ് വാഷ്. ഇത് നിങ്ങൾ അപ്പാർട്ട്മെന്റ് എടുത്താക്കുന്ന മറ്റേ ഇത് വഴിയാ? മറ്റേ ഗോപി വഴി അല്ല? അല്ല എടുത്താക്കുന്ന. ഓ ഗൈസ് നോക്കിയിട്ടുണ്ടോ? ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, ഇവിടെ തന്നെ ഫ്രിഡ്ജ്. ഐ എം ഫസ്റ്റ് ടൈം സീയിങ് ഇൻ ദ ലിവിംഗ് റൂം കിച്ചൺ. അത് അതിൻ്റെ അകത്തല്ലേ ജഗ്ഗൂസി വരെയാണ്. സീറ്റൊക്കെ നോക്കിയ വമ്പൻ ലക്ഷറി സീറ്റുകൾ. എന്തേ? പിന്നെ ഇവിടെ ഓൾറെഡി AC സംഭവങ്ങളും കാര്യങ്ങളും. അങ്ങനെ ഹീറ്ററാണ്, അതിനകത്ത് ഹീറ്റാണ് വരുന്നത്. പല പരിപാടിയുണ്ട്. പേര്? ചേട്ടൻ്റെ പേര്? സുഹൈൽ. ഗൈസ് നോക്കൂ. അപ്പം ഇത് ഇവിടെ ബീഫും സാധനങ്ങളൊക്കെ റെഡിയായി വരുന്നത്. എല്ലാം റെഡി ആയിട്ട് എന്നിട്ട് നമുക്ക് കഴിക്കാം അല്ലേ ലിവിനെ? ഗൈസ് ഇതേ ചേട്ടനിവിടെ നല്ല ഒന്നാന്തരം ബീഫ് ഫ്രൈ. നാട്ടിൽ നിന്ന് നല്ല ചകചകാന്നിരിക്കുന്ന സാധനം ചൂടാക്കി സെറ്റപ്പ് ചെയ്യുവാണ്. ഇച്ചിരി തീ കുറച്ചാലോ ചേട്ടാ? അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി തീ കുറച്ചാക്കാം. ഗൈസ് ഇത് ഇവിടെ ഒരു ബീഫുണ്ട്. ചേട്ടൻ നമുക്ക് അങ്ങനെ ബീഫ് തന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് ബി കെയർഫുൾ, ലിറ്റിൽ ബിറ്റ് സ്പൈസി. Okay. Like Indian spicy? Yeah, Indian spices. This is making in India. Indian spices. Okay. This is mummy making this one. Yeah. Guys. ഞങ്ങള് എടുക്കടാ കുറുവാളും മടിവാളൊക്കെ. ഗോതയിലേക്ക് ഞാൻ ഇറങ്ങട്ടെ അല്ലേ? ഗോതയിലേക്ക് ഇറങ്ങാൻ സമയം സുഹൃത്തുക്കളെ. ഗൈസ് തണ്ടോ സ്പൂണ്, ഒരൊറ്റ ഇടല്. കമോൺ ഗൈസ്. Cook. I want to wait. No. Everyone should try. Yeah, guys. പൊറാട്ട ഇല്ലാത്തോണ്ട് ബണ്ണ്. That's not Indian naan. No. Uzbek. I will show you one idea. This. That's Moroccan saying. Okay. ഒറിജിനൽ ബീഫ്. അങ്ങനെ നോക്കി. അടിപൊളിയാ ചേട്ടനോ? എണ്ണ വെച്ച് നോക്കിയോ? നമ്മൾ മലയാളിയുടെ ഒരു മെയിൻ പ്രശ്നമാണ്. അത് ചെന്നാലും നമുക്ക് നമ്മുടെ ഭക്ഷണം വേണം. അവിടുത്തെ ഭക്ഷണം നമുക്ക് യോജിക്കാൻ പറ്റൂല.
അത് നമ്മുടെ ഒരു കൂടപ്പുറപ്പായി പോയി. എന്ത് ചെയ്യാനാ? അതുകൊണ്ട് വന്നപ്പോൾ ബീഫ് എടുത്തിട്ട് വന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒറിജിനൽ നമ്മുടെ നല്ല സാധനം. ജിബിയൊക്കെ അതായത് കഴിക്കുക. ഇവിടുത്തെ സാധനം പശുവെന്ന് ഓർത്തും കഴിക്കാതിരിക്കുവായിരുന്നു. ആണോ? ഗൈസ് നോക്കൂ, ഞങ്ങള് ഇവരുടെ പുറകെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചേട്ടനും കൂടുതലുണ്ട്. ചേട്ടൻ ഇപ്പോൾ ഇരുട്ടത്തിരിക്കുക കേട്ടോ. വേറെ റൂമിൽ ഇരിക്കുന്ന ഫീലിംഗ് ഇല്ലേ, ബ്ലൂ ലൈറ്റ് ഒക്കെ ആയിട്ട്. ഗൈസ് ഞങ്ങൾ നേരെ പോവാണ്. ഗൈസ് ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലത്ത് വന്നു. ഇവിടെയാണ് ഇവരുടെ സ്റ്റുഡൻസ് ഒക്കെ, ലേഡീസ് സ്റ്റുഡൻസ് ഒക്കെ ഏറ്റവും താമസിക്കുന്നത്. ബോയ്സ് വേറെ. അത് തന്നെ ഭയങ്കര പ്രീമിയം സെറ്റപ്പാണ്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകും. അല്ലേ? ഞാൻ കിട്ടുന്ന എന്തും കഴിയും കേട്ടോ. ഈസ് വെയിറ്റിംഗ് ഫോർ അവർ ഫുഡ്. ഗൈസ് നമുക്ക് അങ്ങനെ പുലാവ് കിട്ടിയിരിക്കുകയാണ്. ദിസ് ഈസ് കറന്റ് നെയിം ഈസ് പുലാവ്, ഇന്ത്യൻ പുലാവ്. ഇതെന്നത്? അതെ, ഇന്ത്യൻ പുലാവ് തന്നെ. ഫ്രൈഡ് റൈസ് പോലെ അല്ലേ? ആ നെയ്ച്ചോറ്. ആ സോറി ഗൈസ്, എനിക്ക് ഗൈസ് ഇത് നെയ്ച്ചോർ. സോറി ഗൈസ്, ഇത് അവർ ട്രഡീഷണൽ നെയിം ഈസ് ആണോ? ഓ ദിസ് ഈസ് ദ നോർത്ത് ഇന്ത്യൻ റൈസ്, ബസ്മതി, ബിഗ് റൈസ്. I cook all the time. Yeah, this is nice. Yeah. That's really good. Hey, yeah. No spicy. Guys, this is making this. Yeah, I tell you. This making in spices. 5 guys, നോക്കൂ സാധനം കിട്ടി. ഇനിയിപ്പോ എന്തോ ഒന്നും കൂടെ വരാനില്ലേ? ഈസ് കമ്മിങ് ഇൻ ചിക്കൻ കറി. One curry is coming, chicken curry, but little bit spicy. Careful. We like it. This also same. Okay. Guys, അപ്പം What's the name? The name? this is the traditional name is nature. Nature means ghee rice or that type of English type. Ghee rice എന്ന് പറയാം അല്ലേ? Ghee rice എന്നല്ലേ പറയാം? Ghee rice. Ghee mean ghee. You know butter, ghee. Butter? Yeah. Ghee. I will show you ghee. Oh, I know. I think I know. This rice making ghee. Yeah. Ghee and cinnamon, Yeah, cardamom cardamom. and carrot. Yeah. ഗൈസ് അടുത്ത സാധനം എത്തി. ഇതാണ് ഇവിടെ ഉസ്ബെക്കിലെയും ഈ തജാക്കിലൊക്കെ ട്രഡീഷണൽ ഒരു പിന്നെ ഇതാണ് എന്താണ് പാത്രം. അത്ര വേണ്ട ആണോ? ഗൈസ് എന്നാലും ഞങ്ങൾ ഒരു ഞെരുക്ക് വന്നു അല്ലടാ ഗൈസ്. ഗൈസ് our place chef is coming here. Yeah. These people here food not liking. Then this man is facility is coming my side. Our country man coming here and cooking and serving. And now they like it. Yeah. Guys, ഇവിടുത്തെ പിള്ളേരുടെ പിന്നെ അവർ വീട്ടിൽ നിന്ന് ചമ്മന്തിപ്പൊടി അല്ലേ? ചമ്മന്തിപ്പൊടി, അച്ചാറ്. ഗൈസ് this is our traditional. Hello, this is the traditional pickle. This one, the traditional pickle. This one also. Is it mango? This prawns powder. ഗൈസ് സംഭവം കലക്കി കേട്ടോ. ഇനി വേറെ വല്ലതും ഉണ്ടോ? എല്ലാ റൂമിലും തപ്പ് വരുന്നതില് നല്ല എന്തെങ്കിലുമൊക്കെ കിട്ടിയാന്. ഗൈസ് നോക്കി, ഇതാ നല്ല കിട്ടില്ല ചിക്കൻ കറി. ഇപ്പോൾ പിന്നെ ഒരു വിഷയം ഉണ്ട് കേട്ടോ, എല്ലില്ല ഒരു ചിക്കനും അല്ലേടാ സേവിന്. എല്ലാം ബോൺലെസ് ആട്ടോ, അത് മാത്രമേ ഉള്ളൂ ഒരു വിഷയം. പിന്നെ ചിക്കൻ കറി എടുക്കട്ടെ ഇച്ചിരി, ഒരു ഞെരുക്കാം. Yeah, I know. When you. എടാ നിനക്ക് വേണമല്ലോ പിന്നെ ചമ്മന്തിപ്പൊടി അച്ചാറും. ചമ്മന്തിപ്പൊടി അച്ചാറും നല്ല കിടിലൻ ചമ്മന്തിപ്പൊടിയും അച്ചാറും കൂട്ടി ഒരു ഞെരുക്ക്. യു ട്രൈ ദിസ് നൈസ്. Coconut and prawns. The traditional. Yeah. Spicy. Sounds good? No. You careful, some spicy. I like it. Is it okay to get the. Spoon. Baby. ഇട്ടോ. ഓഹാ, Because I'm not so good in. പാമ്പിള്ളേർ കാത്തു സൂക്ഷിക്കുന്ന അച്ചാറായിരിക്കും. ഒരു കൊല്ലത്തിന് കൊണ്ടുവന്നായിരിക്കും. പാമ്പിള്ളേർ ഒരു കൊല്ലത്തേക്ക് കൊണ്ടുവന്ന അച്ചാറായിരിക്കും കേട്ടോ. അതെ ഉണ്ടല്ലോ, ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. എന്നാന്നറിയാവോ ആ സംഭവം? ഈ ജർമ്മനിയിലും ക്രൊയേഷ്യ. Germany is, you can't wild camp. Wild camp means in Germany you can't just stay anywhere. You have to go on the campsite. If you go on the campsite, you pay like 20 to 30 euros, which is less expensive, but it's fine. If you go to Croatia, for example, a lot of like Europeans, Northern Europeans, are going for holidays into the south, right?
And for example, Croatia, if you sleep somewhere in the street or in the parking lot, the police is waking you up and says like $250. $250 250 like euros actually. എൻ്റെ 30,000 രൂപ എടുത്തു അല്ലേ? Yeah, euro. യു ഓൾറെഡി പേയിങ്? No. We go off road. ഗൈസ് ഇങ്ങനെയൊക്കെ കുറച്ച് സംഭവം ഉണ്ട് കേട്ടോ. അതറിഞ്ഞ് നന്നായി. ഇല്ല ഇപ്പം കിളി പറയാൻ പഴയ പോലെ ഒന്നുമല്ല. ഇപ്പൊ അവിടെ എന്തിനാ ഇത് കാണിച്ചു കഴിഞ്ഞാൽ വിസ റിജക്ട് റിജക്ട് ചെയ്യും. പണ്ടൊക്കെ ചെയ്തിട്ട് പോരാ. ഇപ്പൊ പാസ്പോർട്ടിന്റെ അകത്ത് അവർ മെൻഷൻ ചെയ്ത് വിടുന്നുണ്ട് അല്ലേ? ശരിയാ, റീമാർക്ക് ചെയ്ത് വിടുന്നുണ്ട്. അടുത്ത വർഷം വിസയ്ക്കൊക്കെ മഴ. If you go in the northern states like Sweden, Norway, Denmark, Germany and stuff like that, it's not that big of an issue, but in the southern states like Croatia, Italy, Spain, Portugal, there you have to be a little bit more patient because the fines are very high. High, very high. Yes. Because a lot of Germans going down there, and there's too much. This is just too much. When you go, just let us know. Okay. Keep touch. Yeah.